ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി പ്രഭാവതിയോട് പറയും, എൻ്റെ വാക്ക് കേട്ട് നാളെ തന്നെ സ്വത്തുക്കൾ നിങ്ങളുടെ പേരിലാകുമെന്ന് നിങ്ങൾ കരുതണ്ട. അതൊരിക്കലും നടക്കില്ല. ഏതായാലും രജിസ്ട്രേഷൻ നടക്കാൻ 2 ദിവസത്തെ സാവധാനമുണ്ട്. അതിനുള്ളിൽ ഇവിടെ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറും. അത് നിങ്ങൾ ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും. നിങ്ങളുടെ ഈ മുഖമുടി അഴിഞ്ഞു വീഴും. നിങ്ങളിവിടെ നടത്തിയത് മുഴുവൻ ഒരു നാടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയും. എല്ലാവരെയും ഞാനത് അറിയിക്കും. അതിനുവേണ്ട എല്ലാ സാക്ഷികളും എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇത്രയും നാൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മ എന്ന് വിളിച്ച് പെറ്റമ്മയെ പോലെ സ്നേഹിച്ചതും ബഹുമാനിച്ചതും ഒക്കെ ഒരു കൊടും കുറ്റവാളിയാണെന്ന് ഞാൻ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നിങ്ങളെ വിശാൽ സാറ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടെ നിന്ന് വലിച്ചെറിയുന്ന ഭാഗമായിരിക്കും. അതിനുവേണ്ടി കഴുത്തു നീട്ടി കാത്തിരുന്നോ നിങ്ങൾ? പ്രഭാവതി അമ്മേ, നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഓർത്തോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രഭാവതി വിചാരിക്കും, ഇവൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തോ കാര്യമായിട്ട് ഒരു തെളിവ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായിരിക്കും? ഇവൾ സാക്ഷികൾ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? എങ്ങനെ അതൊന്ന് കണ്ടുപിടിക്കും? എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം അപകടത്തിലാവും. ഒരു കാര്യം ചെയ്യാം, ഇവൾ അറിയാതെ ഇവളുടെ ഫോൺ ഒന്ന് പരിശോധിക്കാം. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതേസമയം വിപിൻ എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ച് നടക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന പാർവതി ചോദിക്കും, എന്താ വിപിൻ പ്രശ്നം? അപ്പൊ വിപിൻ പറയും, പല്ലവി തന്നെയാ പാർവതി പ്രശ്നം. അവളെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ഇന്നലെ രാത്രിയും ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി. രാത്രി മുഴുവൻ വഴക്കായിരുന്നു. പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവളോട് സ്നേഹം നടിച്ച് പെരുമാറുന്നത്. അപ്പോൾ പാർവതി പറയും, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരാൻ വേണ്ടിയാണ് വിപിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സ്നേഹത്തിലൂടെ മാത്രമേ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കൂ. അപ്പോൾ വിപിൻ പറയും, ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് പാർവതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും പല്ലവി മനസ്സിലാക്കുന്നില്ല. പാർവതി ചിന്തിക്കുന്നതിൻ്റെ വിപരീതമായിട്ടാണ് അവൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും. പാർവതിയുടെ സ്നേഹവും കരുതലൊന്നും അവളുടെ കണ്ണിൽ പെടുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കൺസിഡറേഷനും അവൾ ഗൗനിക്കുന്നില്ല. നമ്മൾ പറയുന്നതിൻ്റെ വിപരീതമായിട്ടാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പോൾ പാർവതി പറയും, സമാധാനിക്ക് വിപിൻ, അവൾക്ക് ഇപ്പോഴും ഒരു പക്വത വന്നിട്ടില്ല. അതിൻ്റെ കുഴപ്പമാണ്. നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളെ കൈകാര്യം ചെയ്യാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ വിപിൻ ചോദിക്കും, എന്താ വഴി? അപ്പോൾ പാർവതി പറയും, അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പാർവതി ആ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, നീ ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ചാൽ അവൾ നിന്റെ പാട്ടിലാവും എന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി കാറ് ഓടിച്ച് പ്രതാപനെ കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി പാർവതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അതേസമയം പാർവതി ഒരിക്കൽ കൂടെ സുകുമാരനെ ഫോൺ വിളിച്ചിട്ട് നാളെ രാവിലെ 10 മണിക്ക് തന്നെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ നിങ്ങളെ കാണാൻ വരുന്നു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ദുരുപയോഗം ചെയ്ത കാര്യം നിങ്ങൾ അദ്ദേഹത്തിനോട് പറയണമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സുകുമാരൻ പറയും, പറയാം മേഡം, എല്ലാം കൃത്യമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞേക്കാം. മേഡം സാറിനെയും കൂട്ടിക്കൊണ്ട് നാളെ തന്നെ ഇങ്ങോട്ട് വന്നോ. അപ്പോൾ പാർവതി ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴാണ് പ്രഭാവതി വെള്ളം വാങ്ങിക്കാൻ വേണ്ടി സുകുമാരൻ്റെ കടയിലേക്ക് വരുന്നത് കേട്ടോ. പ്രഭാവതി മൊബൈലിൽ ശ്രദ്ധിച്ച് വെള്ളം ചോദിച്ചതുകൊണ്ട് പ്രഭാവതി സുകുമാരൻ്റെ മുഖം കാണുന്നില്ല. ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പ്രഭാവതി സുകുമാരന് 500 രൂപയാണ് കൊടുക്കുന്നത്. ബാക്കി നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. 500 രൂപ കിട്ടിയത് കൊണ്ട് സുകുമാരന് വലിയ സന്തോഷമാവുകയാണ്. അതേസമയം പാർവതി വന്ന് വിശാലിനോട് പാർവതിയുടെ ഫോൺ കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശാല് ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറയും, ഈ ഫോൺ അന്ന് ഞാൻ തനിക്ക് വാങ്ങിച്ചു തന്നപ്പോൾ തനിക്കിത് വേണ്ടായിരുന്നല്ലോ, ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് താൻ ഇത് മാറ്റി വെച്ചതല്ലേ, ഇപ്പോൾ എന്തു പറ്റി? ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാർവതി ചോദിക്കും, ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ വിശാൽ പറയും, പ്രഭാവതി അമ്മയാണ് ഇത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. നീ ഇത് കിച്ചണിൽ വെച്ച് മറന്നില്ലേ? അവിടെ നിന്നാണ് അമ്മയ്ക്കിത് കിട്ടിയത്. ഇനിയെങ്കിലും ഇതെവിടെയും കളയാതെ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ പാർവതിക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ പാർവതിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അതേസമയം പ്രഭാവതി പ്രതാപനുള്ള സ്ഥലത്ത് എത്തുകയാണ്. പ്രഭാവതിയെ കാണുമ്പോൾ പ്രതാപൻ പറയും, എന്നെ കാണാൻ ചേച്ചി കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ പ്രഭാവതി പറയും, നീ എൻ്റെ കൂടപ്പിറപ്പല്ലേടാ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? എവിടെയാണെങ്കിലും ഞാൻ നിന്നെ വന്ന് കാണും. നിന്നെ അങ്ങനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു നിന്നെ ഉപേക്ഷിക്കണം? അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് നീ എന്നോട് ചെയ്തിട്ടുണ്ടോ? എനിക്കൊപ്പം എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നവനല്ലേ നീ. നിന്നെ എനിക്ക് എങ്ങനെ കൈവിടാൻ പറ്റും? അപ്പോൾ പ്രതാപൻ പറയും, ചേച്ചി എന്നെ കൈവിടില്ല എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ പ്രഭാവതി പറയും, നീ കൂടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു വശം തളർന്നത് പോലെയായി. അതെനിക്കറിയാം ചേച്ചി. ചേച്ചി ഇപ്പം എന്തിനാ വന്നത്?
അപ്പോൾ പ്രഭാവതി പറയും, നിന്നെ കണ്ട ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നി. ആ പാർവതി എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിന്നെയും ജാസ്മിനെയും ഇറക്കി വിട്ടതുപോലെ നാളെ അവൾ എന്നെയും ഇറക്കി വിടുമെന്ന്. ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ചേച്ചി? വിശാൽ അവിടെ ഉള്ളപ്പോൾ അവൾ എങ്ങനെ ചേച്ചി അവിടെ നിന്ന് ഇറക്കി വിടും? അപ്പോൾ പ്രഭാവതി പറയും, നമ്മൾ നടത്തിയ ചതിയെല്ലാം അവൾ വ്യക്തമായിട്ട് അറിഞ്ഞു എന്നാ തോന്നുന്നത്. അതവൾ എന്നോട് പറഞ്ഞു. എന്നെ പുറത്താക്കാൻ വേണ്ട രഹസ്യങ്ങൾ അവൾക്ക് അറിയാമെന്ന്. അത് വിശാലിന് ബോധ്യപ്പെടുത്താൻ വേണ്ട തെളിവുകളും സാക്ഷികളും അവളുടെ പക്കലുണ്ട് പോലും. എനിക്കത് കേട്ടിട്ട് പേടിയാവുന്നു. അവളൊന്നും കാണാതെ എന്നെ വെല്ലുവിളിക്കില്ല. തെളിവുകളും സാക്ഷികളും അവളുടെ പക്കലുണ്ടാകും. എനിക്ക് അവളത് വെറുതെ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. നമ്മൾ കാണിച്ചു കൂട്ടിയത് മുഴുവൻ വിശാലിനോട് അവൾ പറഞ്ഞു കൊടുത്താൽ അതോടെ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ അവൾ പറഞ്ഞതുപോലെ വിശാൽ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. തെളിവുകളും സാക്ഷികളും ഉണ്ടെങ്കിൽ നമ്മൾ പെടുമല്ലോ ചേച്ചി. അപ്പോൾ പ്രഭാവതി പറയും, നമ്മൾ പെടും പ്രതാപ. അവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ആരാണ് സാക്ഷി? എന്താണ് തെളിവ്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പ്രതാപ. എന്തു തന്നെ ആയാലും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവളുടെ പദ്ധതി നമുക്ക് പൊളിക്കണം. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ഏത് സാക്ഷിയായാലും എന്ത് തെളിവായാലും എല്ലാം നാളെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ചേച്ചി? അപ്പോൾ പ്രഭാവതി പറയും, അതിനൊരു വഴിയുണ്ട്. അതാ വർക്കൗട്ടാവോ എന്ന് നോക്കാം. ഇന്നലെ രാത്രി പാർവതി ചില നമ്പറിലേക്ക് ഫോൺ വിളിച്ച് എന്തൊക്കെയോ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ നമ്പറുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് അയച്ചു തരാം. നീ ആ നമ്പറിലേക്ക് വിളിച്ച് പാർവതിയുടെ നീക്കം എന്താണെന്ന് തന്ത്രപരമായിട്ട് അറിയണം. സാധിക്കുമെങ്കിൽ അവരെ പോയി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിയണം. എന്നിട്ട് അതെന്നെ അറിയിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നീ അന്വേഷിച്ചാൽ അവളുടെ പദ്ധതി എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് വ്യക്തമാവും. അപ്പോൾ പ്രതാപൻ പ്രഭാവതി പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രഭാവതി മനസ്സിൽ വിചാരിക്കും, പ്രതാപൻ അന്വേഷിക്കട്ടെ. 2 ദിവസം പാർവതിയെയും വിശാലിനെയും പുറത്തു പോകാതെ എങ്ങനെയെങ്കിലും തടയണം. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പാർവതി പോയിട്ട് വിശാലിനോട് പറയും, നമുക്ക് ഒരിടം വരെ പോകണം സാറേ, ഒന്ന് എൻ്റെ കൂടെ വരണം. എവിടേക്കാണ് പോകേണ്ടതാ? അപ്പോൾ പാർവതി പറയും, അത് ഞാൻ പറയാം. അപ്പോൾ വിശാൽ ചോദിക്കും, ഇന്ന് തന്നെ പോകണോ? വേറൊരു ദിവസം ആയാലോ? ഇന്ന് ഓഫീസിലെ കുറച്ച് അർജൻറ്റ് ജോലികളുണ്ട്. അപ്പോൾ പാർവതി പറയും, അവിടെ വരെ പോകാൻ കുറച്ച് സമയം മതി സാറേ, ഒരു 2 മണിക്കൂർ. അത് കഴിഞ്ഞ് സാറിന് അവിടുന്ന് ഓഫീസിലേക്ക് പോകാം. ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, എന്താ ഇത്ര അത്യാവശ്യം? നമ്മൾ എന്തിനാ അവിടെ പോകുന്നത്? അപ്പോൾ പാർവതി പറയും, അവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമുക്ക് കാണാനുണ്ട്. അയാൾ സാറിനെ എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തണം. അപ്പോൾ വിശാൽ ചോദിക്കും, അത് ആരാണത്? അങ്ങനെ ചോദിക്കുന്ന വിശാലിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.